ബംഗ്ലാദേശ് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ കടുപ്പിക്കുകയും ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം തകരാറിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുമായി മുൻപോട്ട് പോകുമ്പോൾ ഇതാദ്യമായി റഷ്യ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നു. ബംഗ്ലാദേശിലുള്ള റഷ്യൻ അംബാസിഡർ അലക്സാണ്ടർ ഗ്രിഗോറിച്ച് ബർജിബ് പറയുന്നത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ത്യയുമായി വിശ്വാസത്തിൽ സ്നേഹത്തിൽ മുൻപോട്ട് പോകണം, തർക്കങ്ങൾ കുറയ്ക്കണം എന്ന ഒരു മുന്നറിയിപ്പാണ് റഷ്യ നൽകിയിരിക്കുന്നത്. അതിന് അവർ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. 1971 ഓർമ്മ വേണം. നിങ്ങളുടെ രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഇന്ത്യക്കൊപ്പം നിലകൊണ്ട രാജ്യമാണ് റഷ്യ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ത്യയുടെ ആയിട്ടുള്ള സംഘർഷങ്ങൾ എത്രയും പെട്ടെന്ന് കുറയ്ക്കേണ്ടത് അനിവാര്യമാണ്. ഞങ്ങൾ ഇപ്പോഴും ഇന്ത്യയുടെ കൂടെ തന്നെയാണ് എന്നൊരു കാര്യം കൂടി അദ്ദേഹം ബംഗ്ലാദേശിനെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനിടയിൽ ബംഗ്ലാദേശിന്റെ മുൻ മന്ത്രി ചൗധരി ഹസൻ പറയുന്നത്, ഇപ്പോൾ ഈ ഇന്ത്യ വിരുദ്ധ വികാരം ബംഗ്ലാദേശിൽ ഉടനീളമില്ല, ബംഗ്ലാദേശിൽ ഉടനീളം ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങളുമില്ല. പകരം ചില പോക്കറ്റുകളിൽ ചില തീവ്രവാദ സംഘടനകൾ മദ്രസ കുട്ടികളെ രംഗത്തിറക്കിക്കൊണ്ട് നടക്കുന്ന പ്രകടനങ്ങളും പ്രതിഷേധങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത്. അല്ലാതെ ഒരു ഇന്ത്യ വിരുദ്ധ ഒരു സമീപനം ബംഗ്ലാദേശികൾക്ക് മൊത്തത്തിൽ ഇല്ല എന്നാണ്. ഏതായാലും റഷ്യ ഇതാദ്യമായി പരസ്യമായിട്ട് തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. റഷ്യ പറയുന്നത്, നിങ്ങളെ സഹായിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം, ആവശ്യമില്ലാത്ത പണികൾക്ക് പോകരുത്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, അയൽക്കാരാണ്, അതുകൊണ്ട് തന്നെ അവരെ വിശ്വാസത്തിലെടുത്ത് സ്നേഹത്തിൽ പോകാനുള്ള നീക്കുപോക്കുകളാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. റഷ്യ ഈ അടുത്ത കാലത്ത് അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തിയിരുന്നു. റഷ്യൻ പാർലമെന്റ് പാസാക്കിയ പുതിയ നിലപാടനുസരിച്ച് റഷ്യയുടെ സഖ്യകക്ഷികൾക്ക് ആയുധങ്ങൾ മാത്രമല്ല അവരുടെ സഹായങ്ങളും ഏത് നിമിഷവും നൽകുക എന്നൊരു മെത്തേഡിലേക്ക് അവർ മാറിയിരുന്നു. മുൻപ് ആയുധങ്ങളും മറ്റും തന്ന ഈ സഖ്യ കക്ഷികളെ സഹായിക്കുകയാണെങ്കിൽ ഇപ്പോഴും അങ്ങനല്ല, അവരോട് തോളോട് തോൾ ചേർന്ന് നിന്ന് ആയുധം എടുക്കും എന്നാണ് പുതിയ അവരുടെ പോളിസി. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഈ പ്രസ്താവന വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നു. സ്വാഭാവികമായി തന്നെ നമുക്കറിയാം, ബംഗ്ലാദേശിന്റെ ഒരു ഭാഗത്ത് ചൈനയും പാകിസ്ഥാനും അമേരിക്കയും അടക്കം ബംഗ്ലാദേശിൽ നടത്തുന്ന ഒരു നിഴൽയുദ്ധമാണ്. അവിടേക്കാണ് റഷ്യ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഏതായാലും റഷ്യയുടെ മുന്നറിയിപ്പിന് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോഴുള്ള സംഘർഷത്തിൽ. ഇതാദ്യമായിട്ടാണ് ഒരു രാജ്യം ഇത്രയും കർശനമായ മുന്നറിയിപ്പുമായി രംഗത്തെത്തുന്നത്. ഇതിനു മുമ്പ് ചില ഗൾഫ് രാജ്യങ്ങൾ ബംഗ്ലാദേശിനോട് സമാധാനത്തിന്റെ പാത സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കാര്യകാരണങ്ങൾ പറഞ്ഞ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പുമായി ഒരു രാജ്യം വന്നിരുന്നില്ല. ഇപ്പോൾ റഷ്യ അത്തരത്തിലേക്ക് എത്തുന്നു. ന്യൂസ് ഡെസ്ക്.